ഞങ്ങൾ ഭരിക്കാൻ വന്നാൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്യൂ. എന്റെ പൊന്നു ദൈവമേ, നമ്മുടെ ഗോപാൽജി വന്നിട്ടുണ്ട്. PMC ആണ് ടോപ്പിക്ക്. ഇനി പുള്ളി പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കേ. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്കൂളുമായി ബന്ധപ്പെട്ട് കരിക്കുലവുമായി ബന്ധപ്പെട്ടതല്ല. നമുക്കറിയാലോ. ആ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. സ്കൂളിന് അടിസ്ഥാന വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. ഇനിയും PM ശ്രീ വാങ്ങിയിട്ടുള്ള സ്കൂളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. ബീഹാറിൽ സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ പുഴു. രോഷാകുലരായ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാതെ പാത്രങ്ങളിലെ ഭക്ഷണം എറിഞ്ഞു കളഞ്ഞു. പുഴുക്കൾ നിറഞ്ഞ ഭക്ഷണം വിദ്യാർത്ഥികൾ വരിയായി വന്ന് ഡസ്റ്റ്ബിനിലേക്ക് തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. PM ശ്രീ പദ്ധതി BJPയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നല്ലേ? നിങ്ങൾക്ക് കാണിച്ചുകൂടെ? PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് നിങ്ങളെന്താ കാണിക്കാതെ? ആ സ്കൂളിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ സ്കൂളിന് അടിസ്ഥാന വികസനവും അടിസ്ഥാന സൗകര്യങ്ങളും കൊടുക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി. അതിൽ എന്ത് എതിർപ്പ്? അല്ല, ഈ ഫണ്ടുകളൊക്കെ ആരാ കൊണ്ടുപോകുന്നേ? എന്തായാലും പുള്ളിയുടെ ഈ ഓവറോൾ പെർഫോമൻസ് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നത് ഈ സീനാണ്. എന്തോ മഴക്കുഴിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ മഴ പെയ്തിട്ട് മൊത്തം കുഴിയായിട്ടൊരു കാര്യം ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഒന്നും അല്ല, എന്തോ ചെക്കിലിടുന്ന കേസാ. അല്ല എന്നോട് പുറത്തു വെക്കാൻ പറഞ്ഞേ. അത്രയും മനസ്സിലായില്ലേ? ധാരാളം സന്തോഷായി. പെട്ടി പിടിച്ചോളൂ. വരൂ. അപ്പൊ നാരങ്ങാളോ? വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ.